ഹലോ, ഞാനിന്ന് വെട്ടുകാട് പള്ളി വരെ വന്നതാണ് കേട്ടോ. ഇവിടെ തിരുനാൾ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങോട്ട് വരാൻ പോലും പറ്റിയില്ല. അപ്പം ഇന്ന് എന്തായാലും വരാമെന്നങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഘോഷയാത്രയ്ക്കുള്ള ദിവസമാണ്. ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെ കാണാമല്ലോ. ഞാൻ എത്തിയപ്പോഴേക്കും പ്രദക്ഷിണം ഏതാണ്ട് സ്റ്റാർട്ടായി. ഞാൻ എത്തിയത് ഒരു 7 മണി സമയത്താണ്. അപ്പോഴേക്കും പ്രദക്ഷിണം ഏതാണ്ട് സ്റ്റാർട്ടായി. ചെണ്ടമേളവും ബാൻഡും മുത്തുക്കുടയും താലപ്പൊലിയും പിന്നെ ആ മാലാഖമാരും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള ഘോഷയാത്രയായിരുന്നു. മാത്രമല്ല നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ തുടങ്ങിയ മഴ നിർത്താതെ ഈ വൈകിട്ട് രാത്രി വരെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കനത്ത മഴയല്ലെങ്കിലും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നോൺ സ്റ്റോപ്പായിട്ട്. അപ്പം ഇതാണ് ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം. കാണാനൊക്കെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഈ മഴയത്ത്. ഈ പുക എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്തുരാജൻ്റെ ഈ പ്രദക്ഷിണം തുടങ്ങിയപ്പോൾ അവിടെ പടക്കം പൊട്ടിച്ചപ്പോൾ മഴയല്ലേ, ഈ പുകയെല്ലാം കൂടെ അവിടെ നിറഞ്ഞങ്ങ് നിന്നു. അതാണ് ഈ ഒരു മങ്ങലൊക്കെ കേട്ടോ വീഡിയോയിൽ കാണുന്നത്. ഈ വെടിക്കെട്ടായിരുന്നു ഇത്രയും പുകയുണ്ടാക്കിയത്. ആൻഡ് അങ്ങനെ ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം നേരെ കണ്ണാന്തുറ പള്ളിയിലേക്കാണ് പോയത്. അപ്പം ഘോഷയാത്ര പുറപ്പെട്ടപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ നേരെ ക്രിസ്തുരാജൻ്റെ ആ ഒരു സന്നിധിയിലേക്ക് പോയി. ഞാൻ നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ക്രിസ്തുരാജനോട് പറഞ്ഞ് ഞാൻ നേരെ പള്ളിക്കകത്തേക്ക് പോയി കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പള്ളിയാണ് വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത്. കാരണം അത്ര ഭംഗിയാണ് അകത്തു നിന്നും പുറത്തു നിന്നൊക്കെ ഈ പള്ളി കാണാനായിട്ട്. അപ്പോൾ ഞാൻ അകത്ത് കയറി പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു, എന്നാലും നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കാണുന്ന കൊടിമരമാണ്. ഇവിടെയാണ് തിരുനാളിന് കൊടിയേറ്റിയ ആ കൊടിമരം കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പള്ളി നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. വളരെ ഭംഗിയാണ്. അത്രയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് പള്ളി. അത്രയ്ക്ക് ഒരു കൊട്ടാരം പോലത്തെ പള്ളിയാണ് കേട്ടോ. അപ്പം ഈ കടലിൻ്റെ തീരത്തുള്ള പള്ളി ആയതുകൊണ്ട് ഞാൻ നേരെ കടലിലോട്ട് പോയി. പക്ഷെ ആരെയും കടപ്പുറത്തോട്ട് ഇറക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയുണ്ടായിരുന്നു. മാത്രമല്ല ഈ തിരുനാളിനോടനുബന്ധിച്ച് കാണാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു, പിന്നെ കാർണിവൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് പെറ്റ് ഷോയും ഗോസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഓർത്ത മെഴുകുതിരി കത്തിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് അവിടെ നിന്നപ്പോഴേക്കും ഘോഷയാത്ര ഏകദേശം തിരികെ വരികയാണ്. തിരികെ വന്നിട്ട് നേരെ കൊച്ചുവേളി പള്ളിയിലേക്ക് പോകും. എന്നിട്ട് തിരികെ വന്നിട്ടാണ് ഘോഷയാത്ര അവസാനിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഘോഷയാത്രയെല്ലാം കണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. മാത്രമല്ല ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും വേണം, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരികയും വേണം കേട്ടോ. അപ്പം ബൈ ആൻഡ് താങ്ക് യു.